ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. നമ്മൾ പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ്. ആ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഈ ഒരു ഓഫീസ് അറ്റൻഡന്റ് വിജ്ഞാപനം ആർക്കൊക്കെ അപേക്ഷിക്കാം, ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. കാറ്റഗറി നമ്പർ 065/2024 എന്നതിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 065/2024 പാർട്ട് 1 ജനറൽ വിഭാഗമാണ്. സ്ഥാപനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? കേരള ബാങ്കിലേക്കാണ്. കേരള ബാങ്ക് എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്. അതിന്റെ ഓഫീസ് ഉദ്യോഗ പേരാണ് ഓഫീസ് അറ്റൻഡന്റ്. ഈ ഒരു ഉദ്യോഗത്തിലേക്കാണ് നമ്മളെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, ഓഫീസ് അറ്റൻഡന്റ്. ഇതിന്റെ സാലറി അല്ലെങ്കിൽ ശമ്പളം ചോദിച്ചാൽ 16,500 മുതൽ 44,050 വരെയാണ്. അതായത് 16,500 മുതൽ 44,50 വരെ, ഏകദേശം 20,000-ഓളം രൂപ എന്ത് ചെയ്യും നമുക്ക് മാസം ശമ്പളമായി കിട്ടുന്ന ഒരു തസ്തികയാണ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്. ഇതിന് ഒഴിവെന്ന് പറയുന്നത് 125 ഒഴിവുകളാണുള്ളത്. അതായത് രണ്ട് വിഭാഗം, ജനറൽ വിഭാഗവും സൊസൈറ്റി വിഭാഗവും എന്നിങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. സൊസൈറ്റി വിഭാഗത്തിനും കുറച്ച് വേക്കൻസികൾ, ജനറൽ വിഭാഗത്തിനും. അങ്ങനെ ജനറൽ വിഭാഗത്തിന്റെ 125 വേക്കൻസികളും അതുപോലെ തന്നെ സൊസൈറ്റി വിഭാഗത്തിനും വേക്കൻസി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒഴിവുകളുടെ എണ്ണം 125 ആണ്. 125 ഒഴിവുകളിലേക്കാണ് നമ്മളിപ്പോ പരീക്ഷ എഴുതുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഈ വേക്കൻസി കൂടാം. ഓക്കെ, അപ്പൊ 125 വേക്കൻസി അവിടെ കിടക്കുന്നുണ്ട്. ആദ്യം തന്നെ നന്നായി പ്രിപ്പയർ ചെയ്ത് ഏറ്റവും മുന്നിലെത്തുന്ന ആളുകൾക്ക് ഈ ഒരു ഉദ്യോഗം ലഭിക്കുന്നതാണ്. ഇനി പ്രൊബേഷന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. പ്രൊബേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സർവീസിൽ നിയമിക്കപ്പെടുമ്പോൾ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 2 വർഷത്തെ സർവീസിനുള്ളിൽ 1 വർഷം പ്രൊബേഷനിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്, അതായത് PSCയുടെ എക്സാം വഴിയാണ്. പ്രായപരിധി ഇവിടെ പ്രായപരിധി നിങ്ങൾ നോക്കുക. 18-40. നമുക്ക് പേന മാറ്റാം. 18-40 എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 18-40 നമ്മൾ വ്യക്തമായി ഇതിനു മുമ്പും പറഞ്ഞതാണ്. 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേരള ബാങ്കിന്റെ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് നേരിട്ടും മെസ്സേജുകളിലൂടെയും പലരും ചോദിക്കുന്നുണ്ട്, സാറേ ഈ ചില വീഡിയോസുകളിൽ കാണുന്നുണ്ട് 18-36 ആണ് അവര് PSCയുമായി ബന്ധപ്പെട്ടപ്പോ അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് അല്ല എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് നമുക്കും ഇതില്ല. പക്ഷെ നമ്മുടെ അഭിപ്രായത്തിൽ ഒരു 99% 18-40 ആണ് എന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ 18-40 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 18-40 ആണ്. അതായത് വ്യക്തമായി പറഞ്ഞാൽ 2-1-1984 1-1-2006 ഈ 2 തീയതി ഉൾപ്പെടെ ജനിച്ചവർക്ക് ഈ ഒരു പരീക്ഷയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു പരീക്ഷയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഓക്കെ, ഇതാണ് നോക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് 36 വയസ്സ് കഴിഞ്ഞ് PSC പരീക്ഷ എഴുതാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകൾക്ക്, 40 വയസ്സ് തികയാത്ത അല്ലെങ്കിൽ 40 വയസ്സുള്ള ആളുകൾക്ക് നിങ്ങൾക്കൊരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. കേരള ബാങ്കിന്റെ OA പരീക്ഷ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി കുറഞ്ഞത് 7ാം ക്ലാസ് ആയിരിക്കണം ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു, ബിരുദധാരിയാകാൻ പാടില്ല. ബിരുദം എടുത്തത് കഷ്ടമായല്ലോ എന്ന് പറഞ്ഞു പലരും പറയുന്നുണ്ട്. ബിരുദം പാടില്ല, അല്ലെങ്കിൽ ബിരുദത്തിന്റെ കൂടെ എക്സ്ട്രാ കുറച്ച് സാധനങ്ങളൊക്കെ വേണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്നൊക്കെ പറയുന്ന പലരും കമന്റുകളിലൂടെ പറയുന്നുണ്ട്. നമുക്കൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് 7ാം ക്ലാസ് ആണ് ഇതിന്റെ കുറഞ്ഞ യോഗ്യത. 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം. അങ്ങനെ അതുപോലെ ബിരുദധാരിയാകാൻ പാടില്ല. അപ്പൊ ഇവരാണ് ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു LGS എഴുതാൻ പറ്റാത്ത, LDC എഴുതാൻ പറ്റാത്ത, തങ്ങളുടെ ഏജ് കഴിഞ്ഞു എന്ന് ബുദ്ധിമുട്ടി നിൽക്കുന്ന 36 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബിരുദം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കേരള ബാങ്ക് OA പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തുക. നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. PSCയുടെ പുതിയ രീതിയെ, പുതിയ പാറ്റേണിനെ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. 36 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സ് കവിയാത്ത അല്ലെങ്കിൽ 40 വയസ്സിൽ കൂടുതലാവാത്ത ആളുകൾ വീണ്ടും നിങ്ങളുടെ ഒരു യജ്ഞത്തിലേക്ക്, നിങ്ങൾ എത്രയും നാളും മടക്കി വെച്ചിരിക്കുന്ന ആ പുസ്തകമൊക്കെ ഇല്ലേ, ഒന്ന് പൊടി തട്ടിയെടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണ്. ഇനിയൊരു ചാൻസ് നിങ്ങൾക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പരമാവധി 100% ഒന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ 200% നിങ്ങളിവിടെ കൊടുക്കുക. 200% കൊടുക്കുക. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. കാരണം 125 വേക്കൻസികൾ ഉണ്ട് നിലവിൽ. ആ 125 വേക്കൻസികളിൽ നിങ്ങൾക്കുള്ള ഒരു വേക്കൻസി നിങ്ങൾ കണ്ടെത്തുക. അത് കണ്ടെത്താൻ നിങ്ങൾക്കാവണം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും മാറ്റിവെച്ച് എന്ത് ചെയ്യുക, ഇതിന് പിന്നാലെ പോവുക. നമ്മൾ നമ്മുടെ പാഷന്റെ പുറകെ പോകണം. നമുക്കൊരു ജോലി വേണമെന്നുണ്ട്, നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി വേണമെന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, അത് കണ്ടെത്തി
നിർത്തുക തന്നെ വേണം. ഓക്കെ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇത് നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, മെയ് 15 തീയതി വരെ, മെയ് 15 ബുധനാഴ്ച അർദ്ധരാത്രി വരെ എന്ത് ചെയ്യുക, ഈ ഒരു തസ്തികയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അത് 15/5/2024 വരെ, മെയ് 15 തീയതി വരെ ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇനിയും വൈകിട്ടില്ല, ഇപ്പൊ തന്നെ പോയി നിങ്ങൾ അപേക്ഷ കൊടുക്കുക, പഠിച്ചു തുടങ്ങുക, ഒന്നും നോക്കാനില്ല. കാരണം നമുക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനം വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. ബാക്കിയുള്ളവരും അങ്ങനെയല്ല, ബാക്കിയുള്ളവർ പഠിക്കണം. 18 വയസ്സ് കഴിഞ്ഞ് തയ്യാറെടുക്കുന്ന ഏതൊരാൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പഠിച്ച റാങ്ക് ലിസ്റ്റ്, ഞാൻ ഈ അവസരം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നേ ഉള്ളൂ. കാരണം അവർക്ക് ഇനി അവസരങ്ങളില്ല അവരുടെ മുന്നിൽ, അതുകൊണ്ടാണ്. അപ്പൊ അവരെന്ത് ചെയ്യുക, കൃത്യമായി തയ്യാറെടുപ്പ് ചെയ്യുക. അവർ മാത്രമല്ല, ഈ ഒരു പരീക്ഷയെ ആത്മാർത്ഥമായി നോക്കിക്കാണുന്ന എല്ലാവരും നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുക. നമ്മുടെ നാട്ടിൽ, നമ്മുടെ എവിടെയെങ്കിലും നമുക്ക് ഒരു ജോലി കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കേരള ബാങ്ക് OAയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്കറിയാം നമ്മുടെ കേസൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു വിജ്ഞാപനം പ്രത്യേക നമ്മുടെ ഗസറ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസരം എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ്, PDF-കൾ, അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഒന്ന് ടൈപ്പ് ചെയ്ത് അതിൽ കയറുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഒന്ന് പോവാൻ. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണെങ്കിൽ അവർക്ക് കൂടി ഇതൊന്ന് കിട്ടട്ടെ. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്